മനസ്സും മരുന്നും ഇതൊരു പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, ഇല്ലേ? അതായത് കുഞ്ഞുങ്ങൾക്ക് വരെ, എൻ്റെ ഈ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞിന് ഷുഗർ, വേർവാക്ക്, കൊളസ്ട്രോള്, പിന്നീട് കൊളസ്ട്രോള് പിടിച്ചു. പിന്നെ കുറേയധികം പത്തിയൊക്കെ പിടിച്ചിട്ടാണ് അതിനെ മാറ്റിയെടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കി, കുട്ടികൾക്ക് വരെ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നതാണ്. അത് നമ്മളിൽ നിന്ന്, അതായത് നമ്മൾ മാതാപിതാക്കളിൽ നിന്ന് കൈമാറി പോകുന്ന ഇതാണ് ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത്. പണ്ട് കാലത്ത് നമ്മൾ ഷുഗർ നോക്കാം, പ്രഷർ നോക്കാം, അങ്ങനെയൊന്നും നമ്മൾ കേട്ടിട്ടില്ല. കാരണം എന്താണ്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? അന്നത്തെ കാലത്ത് ആളുകളുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് കൃഷിയാണ്, അല്ലേ? അതിരാവിലെ എണ്ണീക്കുന്നു, തലേ ദിവസത്തെ ചോറ് പാത്രത്തിലാക്കി, ചിലപ്പോൾ ഒരു മുളകായിരിക്കാം, ഇല്ലേ? അതൊക്കെ ചേർത്ത് കൊണ്ടുപോകുന്നു, അത് ആ സമയത്ത് കഴിക്കുന്നു. പിന്നെയും ജോലി തന്നെയാണ്, അല്ലേ? അങ്ങനെ ജോലി, ചെറിയ വിശ്രമം, അങ്ങനെ വരുന്നു. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വീടുകളിൽ വന്നു ഫ്രഷ് ആവുന്നു. ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ഫ്രഷായിട്ടാണ്. വൈകുന്നേരം കഞ്ഞിയായിരിക്കും അത്, പക്ഷേ നല്ല കഞ്ഞിയാണ്. അപ്പം വൈകുന്നേരം അന്നത്തെ ദിവസത്തെ കൂലി കൊണ്ടുപോയി കടയിൽ കൊടുത്ത് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിച്ച് വന്നിട്ട് അത് പാചകം ചെയ്ത് നല്ല ചൂടോടുകൂടി കഞ്ഞി, ഇല്ലേ? നല്ല ചൂട് കഞ്ഞി, ഇവിടെ ഒരു മുളകായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, ആ ചൂട് കഞ്ഞി നമ്മൾ കുടിക്കും. ഈ ചൂട് കഞ്ഞി കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഇതെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞിട്ടില്ലേ, കേട്ടിട്ടുണ്ട്, പനി വന്നു കഴിഞ്ഞാൽ വിയർക്കുന്നത് നല്ലതാണ്. അതായത് വിയർപ്പിലൂടെ നമ്മുടെ ഉള്ളിലുള്ള കുറേ അഴുക്കുകൾ പുറത്തേക്ക് പോകും, മനസ്സിലാവും? അപ്പോൾ അസുഖം വരുമ്പോഴെല്ലാം പറയുന്നത് ധാരാളം വെള്ളം കുടിക്കണം. എന്താണ്, വെള്ളം കുടിക്കുമ്പോൾ മൂത്രത്തിലൂടെയും വിയർപ്പിലൂടെയും ഒക്കെ എന്താണ്, നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള അഴുക്ക് പുറത്തേക്ക് പോകും. അപ്പം നമ്മുടെ ശരീരത്തിൽ മാറ്റം വരും. അതുകൊണ്ടാണ് ധാരാളം വെള്ളം കുടിക്കുക. അപ്പം ഈ ചൂടോടുകൂടി കഞ്ഞിയൊക്കെ കുടിക്കുന്ന സമയത്ത് നമ്മൾ വിയർക്കും. അപ്പോൾ ഉള്ളിലുള്ള കുറേ അഴുക്കുകളൊക്കെ വിയർപ്പിലൂടെ പുറന്തള്ളപ്പെടും. അപ്പോൾ അങ്ങനെ അവർ അത് കഴിച്ച് ഇന്നത്തെ പോലെ 11 മണി 12 മണി വരെ TV കാണാനും അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും, അവർ കഴിക്കുക, നേരത്തെ കിടന്നുറങ്ങുക, അതിരാവിലെ എഴുന്നേൽക്കുക, അങ്ങനെ. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ശീലങ്ങൾ മാറിയത് കൊണ്ട് എല്ലാം തകിടം മറിഞ്ഞതാണ്, അല്ലേ? അപ്പം നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, നല്ല ഭക്ഷണം കഴിക്കുക, സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കുക. അപ്പം പഴയ ആളുകളുടെ ആ രീതികളൊക്കെ പിന്തുടർന്ന് ഇപ്പോഴും ആളുകളുണ്ട്. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ എനിക്ക് പറ്റുമെങ്കിൽ മാക്സിമം ഞാൻ വൈകുന്നേരം കഞ്ഞി തന്നെ കുടിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതാണ് കൂടുതൽ നല്ലത്. കുഞ്ഞായതിനു ശേഷമാണ് രാത്രിയിലത്തെ കഞ്ഞി എന്നുള്ളത് മാറ്റി ചോറിലേക്ക് പോയത്. അല്ലെങ്കിൽ കഞ്ഞി തന്നെയാണ് ഇഷ്ടം. എന്നാലും ഞാൻ കഴിക്കാറുണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ അങ്ങനെ കഴിച്ചു നോക്കും. പിന്നെ ഷുഗർ പ്രശ്നമുള്ളവർ ഇതൊക്കെ നോക്കിയും കണ്ടും വേണം കഴിക്കാൻ. ഷുഗറൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങൾ, ജീവിതത്തിന് ശൈലി എന്താണ്, ആ ശൈലിയിലൊക്കെ മാറ്റം വരുത്തിക്കഴിഞ്ഞാൽ മാറ്റിയെടുക്കാമെന്നുള്ളത്. ഷുഗർ അല്ലെങ്കിൽ അങ്ങനെയുള്ള രോഗങ്ങളുടെയൊക്കെ തുടങ്ങുന്ന സമയത്ത് മരുന്നൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ആദ്യം ചെന്ന് ഡോക്ടറിനെ കാണുമ്പോൾ ആ ഡോക്ടർ പറയും ശ്രമിക്കൂ, ഇല്ലെങ്കിൽ മരുന്ന് കഴിക്കാം എന്നുള്ള രീതിയിൽ പറയും. അപ്പം നമ്മളെന്താണ്, കുറച്ച് വ്യായാമമൊക്കെ ചെയ്യുക. ഇതുപോലുള്ള മനസ്സിന് സ്ട്രെസ്സ് കൊടുക്കുന്ന ചിന്തകളൊക്കെ മാറ്റുക. അങ്ങനെ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കി നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്തേ ഷുഗറൊക്കെ തനിയെ മാറിപ്പോവും. ആ സമയത്ത് വ്യായാമം അത്യാവശ്യം നമുക്ക് ജിമ്മിൽ പോയി ചെയ്യാൻ കഴിയില്ലെങ്കിൽ, അപ്പം ജിമ്മിൻ്റെ കാര്യം പറഞ്ഞാൽ എൻ്റെ അനിയനാണുള്ളത്. അവൻ സ്വന്തമായിട്ട് ഒരു ജിംനേഷ്യമൊക്കെ ഉണ്ടാകും. അപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതും അവൻ ചെയ്യുന്നതും ഒക്കെ അറിയാവുന്നതുകൊണ്ട് പറയണം. ഒരുപാട് പ്രായമുള്ള ആളുകളൊക്കെ വരുന്നുണ്ട്. ചിലരൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്, ഇപ്പം പണ്ട് എനിക്ക് ഇന്ന അസുഖങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്, ഇപ്പോൾ നോർമലാണ്, പെർഫെക്റ്റാണ്. അതായത് നല്ല പ്രായമുള്ള ഒരു
ചേട്ടൻ വരെ കോമ്പറ്റീഷന് പങ്കെടുത്തിട്ട് പ്രൈസ് വരെ വാങ്ങിച്ചു ബോഡി ബിൽഡിങ്ങിൻ്റെ. അപ്പം അതൊക്കെ നിങ്ങൾക്കും ഓരോ പ്രായത്തിൽ അതൊക്കെ നിങ്ങളുടെ ഇൻട്രസ്റ്റാണ്. ഇപ്പം എന്താണ് പ്രത്യേകിച്ച് ഇപ്പം ജോലിയൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്നത്, അപ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ചെറുപ്പം നിലനിർത്തും. അപ്പം നിങ്ങൾ സ്ട്രോങ് ആവും മനസ്സുകൊണ്ട്. അപ്പം നിങ്ങൾക്ക് അസുഖങ്ങളൊന്നും വരില്ലെന്ന് ഞാനല്ലേ പറയുന്നത്.